Okay. Okay. In this class, we would like to start the topic by conditional statement. Can any one of you read the statement, the definition of by conditional statement? Can you read it? Please read someone of you. ആരെങ്കിലും ഒരാളൊന്ന് വായിക്കൂ കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? സ്ക്രീന് കാണാൻ പറ്റുന്നുണ്ടോ? Can you see the? Okay. ആരെങ്കിലും ഒരാൾ വായിക്കുമോ? സ്റ്റേറ്റ്മെന്റിന്റെ ഒരു ഡെഫിനിഷൻ ഒന്ന് വായിക്കും. Let P and Q be two propositions. They can be combined using the connective if and only if. The resulting compound proposition P if and only if Q is known as biconditional statement or by implication, symbolized by if and only P if and only if Q. Okay. So this is the biconditional statement. P, Q എന്നുള്ളത് രണ്ട് സിമ്പിൾ പ്രൊപ്പോസിഷൻസ്, രണ്ട് പ്രൊപ്പോസിഷൻസ്. ആ രണ്ട് പ്രൊപ്പോസിഷൻസ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്നുള്ള ഒരു കണക്റ്റീവ് ഉപയോഗിച്ചിട്ട് കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ ഫോം ചെയ്ത് കഴിഞ്ഞാൽ, അതായത് പി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ക്യൂ എന്നുള്ള ഫോമിലുള്ള ഒരു കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ ബൈ കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ് ഓർ ബൈ ഇംപ്ലിക്കേഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. ആൻഡ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ പി ഇംപ്ലൈസ് ആൻഡ് ഇംപ്ലൈഡ് ബൈ ക്യൂ എന്നുള്ളത്. പി ഇംപ്ലൈസ് ആൻഡ് ഇംപ്ലൈഡ് ബൈ ക്യൂ എന്നുള്ളതാണ് ഇതിനെ ഡിനോട്ട് ചെയ്യുന്ന നോട്ടേഷൻ. നൗ വി ഹാവ് സം എക്സാമ്പിൾസ്. ഫസ്റ്റ് എക്സാമ്പിൾ ടെക്സ്റ്റിൽ പറഞ്ഞുള്ള ഫസ്റ്റ് എക്സാമ്പിൾ ആരെങ്കിലും ഒരാൾ വായിക്കും. ഇപ്പൊ നെജ്മ വായിച്ചു, വേറൊരാൾ someone else. Please read the example. Okay, Adulya. Let P and Q be two propositions. Example, P 81 is divisible by 3 and Q such that sum of the digits forming that number 81 is divisible by 3. Then P implies and implied by Q such that 81 is divisible by 3 if and only if sum of the digits forming the number 81 is divisible by 3. Okay. So implies and implied by എന്നുള്ളതിനുള്ള okay, thank you Adulya. Implies and implied by എന്നുള്ളതിനുള്ള ഒരു എക്സാമ്പിൾ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. പി എന്നുള്ളത് 81 is divisible by 3 എന്നുള്ളത്, 81 is divisible by 3 എന്നുള്ളത് പി എന്നുള്ള ഒരു പ്രൊപ്പോസിഷൻ, ഒരു സ്റ്റേറ്റ്മെന്റ് ഓർ പ്രൊപ്പോസിഷൻ. ആൻഡ് ക്യൂ എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ദി സം ഓഫ് ഡിജിറ്റ്സ് ഫോമിംഗ് ദി നമ്പർ 81 is divisible by 3. Now P implies and implied by Q എന്നുള്ള ബൈ കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ് വരുന്നത് 81 is divisible by 3 if and only if the sum of the digits forming the number 81 is divisible by 3. Now I think that the example is clear. അതേപോലെ തന്നെ സെക്കൻഡ് എക്സാമ്പിൾ, P is the statement P is triangle ABC is equilateral and Q is triangle ABC is equiangular. ഇക്യുആംഗുലാർ എന്ന് പറയുന്നത് എല്ലാ ആംഗിൾസും ഈക്വൽ ആയിട്ട് വരുന്നതിനെ നമ്മൾ ഇക്യുആംഗുലാർ എന്ന് പറയുന്നു. ഒരു ട്രയാങ്കിൾ എ ബി സി എന്നുള്ളത് ഇക്വിലാറ്ററൽ ആണ് എങ്കിൽ ട്രയാങ്കിൾ എ ബി സി എന്നുള്ളത് ഇക്യുആംഗുലാർ ആയിരിക്കും. അതേപോലെ ഇക്യുആംഗുലാർ ആണ് എങ്കിൽ അത് ഇക്വിലാറ്ററലും ആയിരിക്കും. നൗ അതാണ് ബൈ കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. പി ഇംപ്ലൈസ് ക്യൂ ആൻഡ് ക്യൂ ഇംപ്ലൈസ് പി എന്നുള്ള രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇംപ്ലിക്കേഷൻ. P implies Q implies that if triangle ABC is equilateral, then triangle ABC is equiangular, and Q implies P is the statement that if triangle ABC is equiangular, then triangle ABC is equilateral. Okay, then that is the biconditional statement. P implies and implied by Q is that triangle ABC is equilateral if and only if it is equiangular. ഓക്കെ, ഇനി ടെക്സ്റ്റിൽ ബാക്കിയുള്ള എക്സാമ്പിൾസും കൂടെ കൊടുത്തിട്ടുണ്ട്, അത് എക്സാമ്പിൾസ് നിങ്ങൾക്ക് വായിക്കാം. ഇനി പി ഇംപ്ലൈസ് ആൻഡ് ഇംപ്ലൈഡ് ബൈ ക്യൂ എന്നുള്ളതിന്റെ ട്രൂത്ത് വാല്യൂസ്. ട്രൂത്ത് വാല്യൂ എന്നുള്ളത് നമ്മൾ പറഞ്ഞു പി ഇംപ്ലൈസ് ആൻഡ് ഇംപ്ലൈഡ് ബൈ ക്യൂ എന്നുള്ളത് പി ഇംപ്ലൈസ് ക്യൂ ആൻഡ് ക്യൂ ഇംപ്ലൈസ് പി എന്നുള്ളതാണ്. പി ഇംപ്ലൈസ് ക്യൂവിന്റെയും പി ഇംപ്ലൈസ് ക്യൂവിന്റെയും കൺജക്ഷൻ ആണ്
പി ഇംപ്ലൈസ് ആൻഡ് ഇംപ്ലൈഡ് ബൈ ക്യൂ എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് പി ഇംപ്ലൈസ് ആൻഡ് ഇംപ്ലൈഡ് ബൈ ക്യൂ എന്നുള്ളതിന്റെ ട്രൂത്ത് വാല്യൂ എന്ന് പറയുന്നത് പി ഇംപ്ലൈസ് ക്യൂ, ക്യൂ ഇംപ്ലൈസ് പി എന്നിവയുടെ കൺജക്ഷന്റെ ട്രൂത്ത് വാല്യൂ ആണ്. ബൈ കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റിന്റെ ട്രൂത്ത് വാല്യൂസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പി ഇംപ്ലൈസ് ക്യൂ എന്നുള്ളതിന്റെ ട്രൂത്ത് വാല്യൂ വരുന്നത് ഇവിടെ ഫോൾസ് ആവുന്നത്, പി ഇംപ്ലൈസ് ക്യൂ എന്നുള്ളത് ഫോൾസ് ആവുന്നത് നമ്മളുടെ ഹൈപ്പോത്തിസിസ് ട്രൂവും കൺക്ലൂഷൻ ഫാൾസും ആവുന്ന സമയത്താണ് ബൈ കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റിന്റെ ട്രൂത്ത് വാല്യൂ ഫാൾസ് ആവുന്നത്. ബാക്കിയുള്ള എല്ലാ സമയത്തും ബൈ കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റിന്റെ ട്രൂത്ത് വാല്യൂസ് ട്രൂ ആയിരിക്കും. അപ്പൊ അതേപോലെ ഇപ്പൊ ക്യൂ ഇംപ്ലൈസ് പി എടുക്കുന്ന സമയത്തും ഇവിടെ ഹൈപ്പോത്തിസിസ് ട്രൂവും കണ്ടീഷൻ ഫാൾസും, ഇതിന്റെ കൺക്ലൂഷൻ ഫാൾസും, ഇവിടെയാണ് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രൂത്ത് വാല്യൂ ഫാൾസ് ആയിട്ട് വരുന്നത്. നമ്മളുടെ ഹൈപ്പോത്തിസിസ്, അതായത് എവിടുന്ന് എങ്ങോട്ടാണോ ഇംപ്ലിക്കേഷൻ, പി ഇംപ്ലൈസ് ക്യൂ എന്ന് പറയുമ്പോൾ പി ട്രൂവും ക്യൂ ഫാൾസും ആവുന്ന സമയത്താണ് പി ഇംപ്ലൈസ് ക്യൂയുടെ ട്രൂത്ത് വാല്യൂ ഫാൾസ് ആവുന്നുള്ളൂ. ബാക്കിയുള്ള എല്ലാ സമയത്തും ട്രൂ ആണ് വരുന്നത്. അപ്പൊ ഇനി പി ഇംപ്ലൈസ് ക്യൂന്റെയും ക്യൂ ഇംപ്ലൈസ് പിയുടെയും ട്രൂത്ത് വാല്യൂസ് ഉണ്ട്. ഇവയുടെ കൺജക്ഷൻ ആൻഡ് എന്നുള്ള ഓപ്പറേഷൻ ചെയ്യുമ്പോൾ, ആൻഡ് എന്നുള്ള ഓപ്പറേഷൻ എടുക്കുന്ന സമയത്ത് രണ്ട് കണ്ടീഷൻസും ട്രൂ ആണ് എങ്കിൽ ട്രൂ ആയിരിക്കും, രണ്ട് കണ്ടീഷനും ഫാൾസ് ആണ് എങ്കിൽ ഫാൾസ് ആയിരിക്കും. ഏതെങ്കിലും ഒരു കണ്ടീഷനെങ്കിലും ഫാൾസ് ആണ് എങ്കിൽ ഫാൾസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ പി ഇംപ്ലൈസ് ക്യൂ ആൻഡ് ക്യൂ ഇംപ്ലൈസ് പി എന്നുള്ളവരുടെ ട്രൂത്ത് വാല്യൂ വരുന്നത് ട്രൂ, ഫോൾസ്, ഫോൾസ്, ട്രൂ എന്നുള്ളതാണ്. അപ്പൊ അതായത് രണ്ട് കണ്ടീഷൻസും ഫാൾസ് ആവുമ്പോൾ മാത്രം രണ്ട് കണ്ടീഷനും ഫാൾസ് ആവുമ്പോഴോ രണ്ട് കണ്ടീഷനും ട്രൂ ആവുമ്പോഴോ പി ഇംപ്ലൈസ് ആൻഡ് ഇംപ്ലൈഡ് ബൈ ക്യൂ എന്നുള്ളതിന്റെ ട്രൂത്ത് വാല്യൂ ട്രൂ ആവും. അല്ലാത്ത സമയത്ത് ഒരു കണ്ടീഷൻ ട്രൂവും മറ്റ് കണ്ടീഷൻ ഫാൾസും ആവുന്ന സമയത്തെല്ലാം ബൈ കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റിന്റെ ട്രൂത്ത് വാല്യൂസ് ഫാൾസ് ആയിരിക്കും. ഒരു കണ്ടീഷൻ ട്രൂവും മറ്റ് കണ്ടീഷൻ ഫാൾസും ആയി കഴിഞ്ഞാൽ ബൈ കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റിന്റെ ട്രൂത്ത് വാല്യൂ ഫാൾസും, രണ്ടും ട്രൂവും രണ്ടും ഫാൾസും ആവുന്ന രണ്ട് സമയത്തും ബൈ കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റിന്റെ ട്രൂത്ത് വാല്യൂസ് ട്രൂ ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു പി ഇംപ്ലൈസ് ക്യൂ എന്നുള്ളതിന് ഈക്വലന്റ് ആയിട്ടുള്ള ഒരുപാട് സെന്റൻസുകൾ, ഒരു ഈക്വലന്റ് ആയിട്ട് വരുന്ന ഇംഗ്ലീഷ് വേർഡ്സുകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ ഈ ഇംപ്ലൈസ് ആൻഡ് ഇംപ്ലൈഡ് ബൈ എന്നുള്ളതിന് ഈക്വലന്റ് ആയിട്ട് വരുന്ന വേർഡ്സുകളാണ് പി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ക്യൂ എന്നുള്ളത്, പി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ക്യൂ, പി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ക്യൂ. രണ്ടും സെയിം കാര്യങ്ങൾ തന്നെ. ഡബിൾ എഫ് എന്നുള്ള ഇഫ് എന്നുള്ളത് ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്നുള്ളതാണ് റീഡ് ചെയ്യുന്നത്. നൗ ഇഫ് ദെൻ ക്യൂ ആൻഡ് കോൺവേഴ്സ്ലി, ഇതും സെയിം മീനിങ് ആണ് വരുന്നത്. ഇഫ് പി ദെൻ ക്യൂ ആൻഡ് കോൺവേഴ്സ്ലി, പി ഇംപ്ലൈസ് ക്യൂ ആൻഡ് കോൺവേഴ്സ്ലി എന്നുള്ളത്. പി ഇസ് നെസസറി ആൻഡ് സഫിഷ്യന്റ് ഫോർ ക്യൂ എന്നുള്ളത് വേറെ ഇത് സെയിം മീനിങ് വരുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. പി നെസസറി ആൻഡ് സഫിഷ്യന്റ് ഫോർ ക്യൂ എന്നുള്ളത്. നെക്സ്റ്റ് വി ക്യാൻ മൂവ് ടു പ്രോബ്ലം. പ്രോബ്ലം ഒരാൾ വായിക്കാവോ? പ്രോബ്ലം എന്താണ് എന്നുള്ള പ്രോബ്ലത്തിന്റെ സ്റ്റേറ്റ്മെന്റ്. പ്രൂഫ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം, സൊല്യൂഷൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. പ്രോബ്ലം ഒരാൾ വായിക്കും. എല്ലാവരും ഉറങ്ങുകയാണോ? ക്ലാസ്സിൽ ആരും ഇരിക്കുന്നില്ലേ? ഒരാളുടെയും റെസ്പോണ്ട് ഇല്ലല്ലോ. ഒരാൾ വായിക്കും. ഇല്ലെങ്കിൽ ഇനി ഞാൻ ഓരോരുത്തരുടെ പേര് വിളിക്കൂ കേട്ടോ. ഞാനിനി ഓക്കെ. Let x, y, and z be any real numbers. Represent the sentence symbolically: x greater than or equal to y, and y greater than or equal to z, if and only if x greater than or equal to z. Using the following prepositions: p x less than y, q y less than z, and r x less than z. ഓക്കെ, താങ്ക് യു നിമിഷ. അതുല്യ നിമിഷി മാത്രം ആണോ ക്ലാസ്സിലുള്ളത്? ബാക്കി 34 പേര് എവിടെയാണ്? ഒരു റെസ്പോൺസും ഇല്ലല്ലോ. ഞാൻ ഇൻഡിവിജ്വലി പേര് വിളിക്കൂ കേട്ടോ. ഓക്കെ,
Now, problem വരുന്നത് let x, y and z be any real numbers. Represent this sentence symbolically. X greater than or equal to y greater than or equal to z, if and only if x greater than or equal to z. Using the following propositions. P is x less than y, Q is the statement y less than z, and R is the statement x less than z. So, നമ്മൾ പി എന്നുള്ള സ്റ്റേറ്റ്മെന്റ് വരുന്നത് എക്സ് ലെസ് ദാൻ വൈ എന്നുള്ളതാണ്. അപ്പൊ നെഗേഷൻ പി വരുന്നത് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൈ എന്നുള്ളതായിരിക്കും. എക്സ് ലെസ് ദാൻ വൈ എന്നുള്ളതിന്റെ നെഗേഷൻ വരിക എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൈ എന്നുള്ളത് വരും. അതേപോലെ ക്യൂ എന്നുള്ള സ്റ്റേറ്റ്മെന്റ് വരുന്നത് വൈ ലെസ് ദാൻ സെഡ് ആണ്. അപ്പൊ നെഗേഷൻ ക്യൂ വരുന്നത് വൈ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു z എന്നുള്ളത് കിട്ടും. And R is the statement x less than z. So negation R should be the statement x greater than or equal to z എന്നുള്ളത്. Okay, negation P, negation Q, and negation R. Now, this statement is നമുക്ക് symbolically മാറ്റാനുള്ള സ്റ്റേറ്റ്മെന്റ് x greater than or equal to y and y greater than or equal to z, if and only if x less than or equal to x greater than or equal to z. x greater than or equal to y, x greater than or equal to y എന്നുള്ളത് negation P, and നെ നമുക്ക് കൺജക്ഷന്റെ സിമ്പിൾ കൊണ്ട് ഡിനോട്ട് ചെയ്യാം. ആൻഡ് y greater than or equal to z എന്നുള്ളത് negation Q, if and only if implies and implied by x greater than or equal to z എന്നുള്ളത് negation R. അപ്പോൾ ഇതിന്റെ സിംബോളിക് റെപ്രസെന്റേഷൻ വരുന്നത് negation P and negation Q implies and implied by negation R എന്നുള്ളതാണ്. Okay. Now, next problem. ട്രൂത്ത് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യാനുള്ളതാണ്. പ്രോബ്ലം ഒരാൾ വായിക്കും. നിങ്ങളുടെ ഒരു പാർട്ടിസിപ്പേഷൻ ഇല്ലാണ്ട് ഞാൻ മാത്രം പറയുന്നത് ഒട്ടും ശരിയല്ലല്ലോ. ഒരാളൊന്ന് വായിക്കും, പ്രോബ്ലം ഒന്ന് വായിക്കും. നിമിഷി, അതുല്യ അല്ലാത്ത വേറൊരാള്, ഒരു തേർഡ് പേഴ്സൺ. ആരുമില്ലേ? കേൾക്കാമോ? ഓക്കെ. ഫിദ അല്ലേ എൻ്റെ പേര്? ഇയാളുടെ പേര് ഫിദ. ഓക്കെ, പറഞ്ഞോ, വായിച്ചു. ഓക്കെ. Construct truth tables for the following propositions. A. P implies Q implies and implied by negation of P or Q. B. P implies and implied by Q or negation of P implies and implied by negation R. ഓക്കെ, താങ്ക് യു ഫിദ. അപ്പോൾ ട്രൂത്ത് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. അപ്പോൾ പി ഇംപ്ലൈസ് ആൻഡ് ഇംപ്ലൈഡ് ബൈ ക്യൂ എന്നുള്ളത്, സോറി, ഫസ്റ്റ് എ പാർട്ട് പി ഇംപ്ലൈസ് ക്യൂ ഇംപ്ലൈസ് ആൻഡ് ഇംപ്ലൈഡ് ബൈ നെഗേഷൻ പി ഓർ ക്യൂ എന്നുള്ളത്. അപ്പം നമ്മൾ ഇതിൽ ഓരോ പാർട്ടിൻ്റെയും ട്രൂത്ത് വാല്യൂസ് നമ്മൾ ഡിസ്കസ് ചെയ്താണ്. അപ്പോൾ ഇനി ഇതിൽ എങ്ങനെയാണ് ട്രൂത്ത് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഒറ്റ സെക്കൻഡ് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ടെക്സ്റ്റിലുള്ള കാര്യം മാത്രം എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല. എങ്ങനെയാണ് ട്രൂത്ത് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഷെയറിങ് എൻ്റെ സ്ക്രീന് ആക്കി മാറ്റാം. എൻ്റെ ഷെയറിങ് ഞാനിപ്പോൾ ഒരു വേർഡ് ഫയലും നമ്മുടെ PDF ഫയൽ മാത്രമാണ് ഞാൻ ഷെയർ ചെയ്തിരുന്നത്. അത് മാറ്റി ഞാൻ എൻ്റെ സ്ക്രീൻ ഷെയർ ചെയ്യട്ടെ കേട്ടോ.
ഓക്കെ, ഇപ്പോൾ സ്ക്രീന് കാണാൻ പറ്റുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പ്രോബ്ലം ഉണ്ടായിരുന്നത് കൺസ്ട്രക്ട് ട്രൂത്ത് ടേബിൾ ഫോർ ദി ഫോളോയിങ് പ്രൊപ്പോസിഷൻസ് P implies Q and implies and implied by negation P implies negation P or Q എന്നുള്ളതാണ് ഫസ്റ്റ് പ്രോബ്ലം. അപ്പൊ ഇവിടെ നമുക്ക് P implies P Q എന്നുള്ള രണ്ട് സിമ്പിൾ ആയിട്ടുള്ള പ്രൊപ്പോസിഷൻസിന്റെ അത് ഉപയോഗിച്ചിട്ടുള്ള കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ ആണ് നമുക്ക് ഇവിടെ ഡിസ്കസ്. കോമ്പൗണ്ട് പ്രൊപ്പോസിഷന്റെ ട്രൂത്ത് വാല്യൂ ആണ് നമുക്ക് ഇവിടെ കാണാനുള്ളത്. അതിൽ വരുന്ന P implies Q എന്നുള്ളതിനുള്ള ട്രൂത്ത് വാല്യൂ വേണം, നെഗേഷൻ P എന്നുള്ളതിന്റെ ട്രൂത്ത് വാല്യൂ വേണം, നെഗേഷൻ P ഓർ Q എന്നുള്ളതിന്റെ ട്രൂത്ത് വാല്യൂ വേണം. പിന്നെ ഇവയുടെ രണ്ടിന്റെയും ബൈ കണ്ടീഷണൽ എന്നുള്ള രീതിയിലുള്ള ട്രൂത്ത് വാല്യൂ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇവിടെ സിമ്പിൾ പ്രൊപ്പോസിഷൻസ് വരുന്നത് പിയും ക്യൂ ആണ്. അപ്പോൾ പിന്റെയും ക്യൂവിന്റെയും ട്രൂത്ത് വാല്യൂസിന്റെ കോമ്പോസിഷൻസ് എടുക്കാം, അവയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രൂത്ത് വാല്യൂ എടുക്കാം. പി ട്രൂ, ക്യൂ ട്രൂ, പി ട്രൂ, ക്യൂ ഫാൾസ്, പി ഫാൾസ്, ക്യൂ ട്രൂ, പി ഫാൾസ്, ക്യൂ ഫാൾസ് എന്നുള്ള ഇത്രയും കണ്ടീഷൻസ് ആണ് പിക്കും ക്യൂക്കും കോമൺ ആയിട്ട് വരുന്നത്. ഇനി ഇവ ഉപയോഗിച്ചിട്ടുള്ള ബാക്കിയുള്ള ടേബിളിലെ എൻട്രീസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ നമുക്ക് എന്ത് വേണം? പി ഇംപ്ലൈസ് ക്യൂ വേണം, നെഗേഷൻ പി വേണം. അപ്പൊ ആദ്യം നമ്മളൊക്കെ എന്ത് ചെയ്യാം? നെഗേഷൻ പിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ പി ഇംപ്ലൈസ് ക്യൂ തന്നെ കൺസ്ട്രക്ട് ചെയ്യാം. പി ഇംപ്ലൈസ് ക്യൂ എന്നുള്ള എൻട്രി നമുക്ക് ഇവിടെ കൺസ്ട്രക്ട് ചെയ്യാം. പി ഇംപ്ലൈസ് ക്യൂ എന്നുള്ളതിന്റെ ട്രൂത്ത് വാല്യൂ ഫാൾസ് ആവുന്നത്, പി ഇംപ്ലൈസ് ക്യൂ എന്നുള്ളതിന്റെ ട്രൂത്ത് വാല്യൂ ഫാൾസ് ആവുന്നത് പി ട്രൂവും ക്യൂ ഫാൾസും ആവുന്ന സമയത്താണ് ഇതിന്റെ പി ഇംപ്ലൈസ് ക്യൂ എന്നുള്ളതിന്റെ ട്രൂത്ത് വാല്യൂ ഫാൾസ് ആവുന്നത്. ബാക്കിയുള്ള എല്ലാ സമയത്തും എന്തായിരിക്കും? ട്രൂ ആയിരിക്കും. അപ്പോൾ പി ട്രൂയും Q false when the truth value of P is true and the truth value of Q is false, the truth value of P implies Q becomes false. All other times the truth value of P implies Q should be true. So the truth table for P implies Q. Now to find negation P or Q എന്നുള്ളതിന്റെ ട്രൂത്ത് വാല്യൂസ് ആണ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോളം ആണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? നെഗേഷൻ പിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോളം നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാം. ഓക്കെ, പി എന്നുള്ളത് ട്രൂ ആവുമ്പോൾ നെഗേഷൻ പി എന്നുള്ളത് എന്താവും? ഫാൾസ് ആവും. ട്രൂ ആവുമ്പോൾ ഫാൾസ് ആവും, ഫാൾസ് ആവുമ്പോൾ എന്താവും? ട്രൂ ആവും. നെഗേഷന്റെ ട്രൂത്ത് വാല്യൂസ് എന്നുള്ളത്. ഇനി പി നെഗേഷൻ പി ഓർ ക്യൂ എന്നുള്ള ഈ ഒരു രണ്ട് എൻട്രീസ് ഇവിടെ നെഗേഷൻ പിയും ക്യൂവും തമ്മിലുള്ള ഇവയുടെ കോമ്പിനേഷൻസ് വരുന്ന ഇവയെ തമ്മിൽ ഡിസ്ജക്ഷൻ ഉപയോഗിച്ച് ഉള്ള കോമ്പിനേഷൻ ആണ് നെഗേഷൻ പി ഓർ ക്യൂ എന്നുള്ളതിൽ വരുന്ന എൻട്രീസ് വരുന്നത്. അപ്പൊ ഇവിടെ ട്രൂ ഫാൾസ് വരുമ്പോൾ ട്രൂ ആണ് വരുന്നത്, ഫാൾസ് വരുമ്പോൾ ഫാൾസ് വരും, ട്രൂ വരുമ്പോൾ ട്രൂ ആണ് വരുന്നത്, ഫാൾസ് ട്രൂ വരുമ്പോൾ ട്രൂ വരും. ഓറ എന്നുള്ള ഇതാണ് വരുന്നത്. അപ്പോൾ ടി എന്നുള്ള ഫോമിൽ വരും. ഇനി നമുക്ക് കാണേണ്ട ട്രൂത്ത് വാല്യൂ എന്നുള്ളത് പി ഇംപ്ലൈസ് ക്യൂ ബൈ കണ്ടീഷണൽ നെഗേഷൻ പി ഓർ ക്യൂ എന്നുള്ളത്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രൂത്ത് വാല്യൂസ് നമുക്ക് നോക്കാം. നമുക്ക് ബൈ കണ്ടീഷനിൽ വരുന്ന സമയത്ത് അപ്പൊ ഇവിടെ നമുക്ക് ഈ മൂന്നാമത്തെ കോളവും ലാസ്റ്റ് കോളത്തിന്റെ തൊട്ട് മുമ്പുള്ള കോളം, മൂന്നാമത്തെയും അഞ്ചാമത്തെയും കോളങ്ങൾ തമ്മിലാണ് നമുക്കിവിടെ കോമ്പിനേഷൻ എടുക്കാനുള്ളത്, ബൈ കണ്ടീഷൻ എടുക്കാനുള്ളത്, കമ്പൈൻ ചെയ്യാനുള്ളത്. അപ്പൊ രണ്ടും ഒരേ സമയം ട്രൂവോ രണ്ടും ഒരേ സമയം ഫാൾസോ ആവുന്ന സമയത്ത് ട്രൂവും അല്ലാത്ത സമയത്തെല്ലാം ഫാൾസുമാണ് ബൈ കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റിന്റെ ട്രൂത്ത് വാല്യൂസ് വരുന്നത്. ഓക്കെ, അപ്പൊ നോക്കൂ, ഫസ്റ്റ് പി ഇംപ്ലൈസ് ക്യൂ എന്നുള്ളത് ട്രൂവും നെഗേഷൻ പി ഓർ ക്യൂ എന്നുള്ളത് ട്രൂ, രണ്ടും ട്രൂ ആവുന്ന സമയത്ത് ട്രൂ.
അടുത്തത് false, false. False രണ്ടും false വരുമ്പോൾ again true. പിന്നത്തെ true, true. രണ്ടും true ആവുമ്പോൾ true. വീണ്ടും true, true എന്നുള്ളതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എൻട്രി എന്താണ്? ട്രൂ ആണ്. ഓക്കെ, ഇതാണ് P implies Q implied and implied by negation P or Q എന്നുള്ളതിന്റെ ട്രൂത്ത് വാല്യൂ, ട്രൂത്ത് ടേബിൾ കൺസ്ട്രക്ഷൻ. ഓക്കെ, ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? Is there anyone who do not understand to construct the truth table? ക്ലിയർ ആണോ എല്ലാവർക്കും? ആരും ഒരു റിസൾട്ട്, ആരും ഒരു റെസ്പോൺസും ഇല്ലല്ലോ. ഓക്കെ, അപ്പൊ ഇനി സെക്കൻഡ് ഇതിലെ ബി പാർട്ടിന്റെ ട്രൂത്ത് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്, ബി പാർട്ടിന്റെ ട്രൂത്ത് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പൊ ബി പാർട്ടിൽ വരുമ്പോൾ P implies and implied by Q or negation P implies and negation P implies and implied by negation R എന്നുള്ളത്. അപ്പൊ ഇവിടെ പി ക്യു ആർ എന്നുള്ള എൻട്രീസ് വരുന്നുണ്ട്, പിയും ക്യൂവും ആറും എന്നുള്ള എൻട്രീസ് വരുന്നുണ്ട്. അപ്പൊ ഇവക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എങ്ങനെയാണ് എൻട്രീസ് വരുന്നത് എന്നുള്ളത് നോക്കാം. പിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ക്യൂക്ക് കറസ്പോണ്ടിങ് ആയിട്ട് പി ക്യു ആർ എന്നുള്ള എൻട്രീസ് വരുന്നുണ്ട്. ഓക്കെ, ഇനി പി ക്യു ആർ എന്നുള്ളവയുടെ കോമ്പിനേഷൻസ് വരുന്നത് പി ട്രൂ, ക്യൂ ട്രൂ, ആർ ട്രൂ എന്നുള്ളത് വരാം. പി ട്രൂ, ക്യൂ ട്രൂ, ആർ ഫാൾസ് എന്നുള്ളത് വരാം. പി ട്രൂ, ക്യൂ ഫാൾ, ആർ ട്രൂ എന്നുള്ളത് വരാം. പി ട്രൂ, ക്യൂ ഫാൾസ്, ആർ ഫാൾസ് എന്നുള്ളത് വരാം. ഈ രീതിയിൽ പി ട്രൂ ആവുന്ന 4 എൻട്രീസ്, പി ട്രൂ ആവുന്ന 4 എൻട്രീസിൽ 2 എൻട്രീസ് ക്യൂ ട്രൂ ആവുന്നത്, ക്യൂ ട്രൂ ആവുമ്പോൾ ആർ എന്നുള്ളത് ട്രൂവും ഫാൾസും എന്നുള്ളത് മാറി മാറി വരാം. അതേപോലെ തന്നെ പി ട്രൂ ആവുമ്പോൾ ക്യൂ ഫാൾസ് ആവുന്ന 2 എൻട്രീസ് വരും, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആറ് ട്രൂവും ഫാൾസും മാറി മാറി വരും. നെക്സ്റ്റ് ഇനി പി ഫാൾസ് ആവുന്ന എൻട്രീസ്, പി ഫാൾസ് ആവുന്ന എൻട്രീസിൽ പി ഫാൾസ് ആവുന്ന 4 എൻട്രീസും കൂടെ വരും. ഈ 4 എൻട്രീസിലും ക്യൂവിൻ്റെയും ആറിൻ്റെയും വാല്യൂസ് എന്നുള്ളത് നമ്മൾ നേരത്തെ എടുത്തിരുന്നത് പോലെ ഈ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എൻട്രീസിന്റെ റിപ്പീറ്റേഷൻ ആണ് വരിക. ടി ടി ഫാൾസ്, ടി എഫ് 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 ടി എഫ് എഫ് എഫ്. ഇനി നമുക്ക് ആവശ്യമുള്ള എൻട്രീസ് എന്ന് പറയുന്നത് പി ഇംപ്ലൈസ് ആൻഡ് ഇംപ്ലൈഡ് ബൈ ക്യൂ എന്നുള്ള എൻട്രി വേണം. പി ഇംപ്ലൈസ് ആൻഡ് ഇംപ്ലൈഡ് ബൈ ക്യൂ എന്നുള്ള എൻട്രി വേണം. അപ്പോൾ പി ഇംപ്ലൈസ് ആൻഡ് ഇംപ്ലൈഡ് ബൈ ക്യൂ വരുന്നത് ട്രൂ ആവുന്നത് 2 എൻട്രീസും ഒരേ സമയം ട്രൂവോ 2 എൻട്രീസും ഒരേ സമയം ഫാൾസോ ആവുമ്പോഴാണ്. അപ്പോൾ മുകളിലെ 2 എൻട്രീസ് ട്രൂ ആയിരിക്കും, താഴെയുള്ള ഏറ്റവും അടിയിൽ വരുന്ന 2 എൻട്രീസും ട്രൂ ആയിരിക്കും, അതിൻ്റെ ഇടയിൽ വരുന്ന എൻട്രീസ് എല്ലാം ഫാൾസ് ആയിരിക്കും. ഓക്കെ, ഇനി പി ഇംപ്ലൈസ് ആൻഡ് ഇംപ്ലൈഡ് ബൈ ക്യൂ ഓർ നെഗേഷൻ പി ഇംപ്ലൈഡ് ആൻഡ് ഇംപ്ലൈഡ് ബൈ നെഗേഷൻ ആർ എന്നുള്ളതാണ്. അപ്പൊ നെഗേഷൻ പി വേണം. പിയുടെ ട്രൂത്ത് വാല്യൂസ് എന്താണോ അതിന്റെ ഓപ്പോസിറ്റ്, ട്രൂ ആണെങ്കിൽ ഫോൾസ്. അപ്പോൾ ഫസ്റ്റ് 4 എൻട്രീസ് നെഗേഷൻ പിയിൽ ഫോൾസ് ആവും,
ലാസ്റ്റ് 4 എൻട്രീസ് ട്രൂ ആവും. ഓക്കെ, നെഗേഷൻ പി. ഇനി ഇതേപോലെ നെഗേഷൻ ആർ. നെഗേഷൻ ആറിൽ നമ്മൾ ആർ എന്നുള്ളതിന്റെ ട്രൂത്ത് വാല്യൂസ് നോക്കുമ്പോൾ ആൾട്ടർനേറ്റീവ് ആയിട്ട് ടി എഫ് ടി എഫ് ടി എഫ് ടി എഫ് എന്നുള്ള ഫോമിലാണ്. അപ്പൊ ഇത് മാറി നെഗേഷൻ ആർ ആവുന്ന സമയത്ത് എന്ത് വരും? എഫ് ടി എഫ് ടി എഫ് ടി എഫ് ടി എന്നുള്ള രീതിയിൽ വരും. ഓക്കെ, ഇനി ഇവയുടെ ബൈ കണ്ടീഷൻ ഇംപ്ലൈസ് ആൻഡ് ഇംപ്ലൈഡ് ബൈ എന്നുള്ളത് രണ്ട് എൻട്രീസും നെഗേഷൻ പി ഇഫ് ആൻഡ് ഓൺലി ഇഫ് നെഗേഷൻ ആർ. രണ്ട് എൻട്രീസും ഫാൾസ് ആവുമ്പോൾ ട്രൂ ആണ്. ഒന്ന് ട്രൂ ഒന്ന് ഫാൾസ് ആവുമ്പോൾ ഫാൾസ്. രണ്ടും ഫാൾസ് ആവുമ്പോൾ ട്രൂ ഫാൾസ് ഫാൾസ് ട്രൂ ഫാൾസ് ട്രൂ. ഓക്കെ, രണ്ട് കണ്ടീഷൻസും ഫാൾസ് ആവുമ്പോൾ ട്രൂവും രണ്ട് കണ്ടീഷൻ ട്രൂ ആവുമ്പോൾ ട്രൂവും. ഏതെങ്കിലും ഒന്ന് ട്രൂവും ഒന്ന് ഫാൾസ് ആവുമ്പോൾ ബൈ കണ്ടീഷനിൽ എന്താവും? ഫാൾസും ആണ് വരുന്നത്. ഓക്കെ, ഇനി നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള എൻട്രി, അതായത് പി ഇംപ്ലൈസ് ആൻഡ് ഇംപ്ലൈഡ് ബൈ ക്യൂ ഓർ നെഗേഷൻ പി ഇംപ്ലൈസ് ആൻഡ് ഇംപ്ലൈഡ് ബൈ നെഗേഷൻ ആർ. അപ്പൊ ഇതില് ഈ രണ്ട് എൻട്രീസ്, നാലാമത്തെ കോളവും ഏഴാമത്തെ കോളവും തമ്മിലുള്ള ഡിസ്ജക്ഷൻ ആണ് നമുക്ക് ഇവിടെ എടുക്കാനുള്ളത്. അപ്പൊ അതിലേതെങ്കിലും ഒരു എൻട്രി ട്രൂ ആയാലേ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എൻട്രി ട്രൂ എന്ന് പറയാൻ പറ്റും. ഫസ്റ്റ് രണ്ട് എൻട്രീസും ട്രൂ ആണ്, അപ്പൊ ട്രൂ ആണ്. ഫസ്റ്റ് ഒന്ന് ട്രൂ ഫാൾസ് ആണ് വരുന്നത്, അപ്പൊ ട്രൂ ഫാൾസ് ആകുമ്പോൾ ട്രൂ ആണ്. ഫാൾസ് ട്രൂ വരുമ്പോൾ വീണ്ടും ട്രൂ. നെക്സ്റ്റ് ഫാൾസ് ആണ് വരുന്നത്, ഫാൾസും വരുമ്പോൾ ഫാൾസ് വരും. നെക്സ്റ്റും ഫാൾസും രണ്ട് എൻട്രീസും ഫാൾസ് ആണ് വരുമ്പോൾ അപ്പോൾ ഫാൾസ് വരും. നെക്സ്റ്റ് വരുന്നത് ഫാൾസ് ട്രൂ ആണ്, അപ്പോൾ ട്രൂ ആണ്. ട്രൂ ഫാൾസ് ട്രൂ ആണ്. ട്രൂ 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 ആണ്. ഓക്കെ, ഇതാണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്മളോട് കൺസ്ട്രക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ട്രൂത്ത് ടേബിൾ. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ട്രൂത്ത് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യാനുള്ളത്, ട്രൂത്ത് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യാനുള്ള ഒരു പ്രോബ്ലം മസ്റ്റ് ആയിട്ടും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കും കേട്ടോ. നിങ്ങളുടെ എക്സാമിന് മസ്റ്റ് ആയിട്ടും ട്രൂത്ത് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അപ്പോൾ ട്രൂത്ത് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുന്നത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങൾ നേരത്തെ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച ആളുകളാണെങ്കിൽ അവർ നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഓക്കെ, നൗ ഇപ്പോൾ ആർക്കും ഇതിലാർക്കും കൺഫ്യൂഷൻ ഉണ്ടോ? ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ആർക്കെങ്കിലും സംശയങ്ങൾ ഉണ്ടോ? No, sir. ഓക്കെ, താങ്ക് യു. നൗ നമ്മൾ ഇപ്പൊ ഇവിടെ തൊട്ട് മുന്നേ ഉള്ള എക്സാമ്പിൾസ്, ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞ സമയത്ത് ഇവിടെ നമ്മൾ പി ഇംപ്ലൈസ് ആൻഡ് ഇംപ്ലൈഡ് ബൈ ക്യൂ ഓർ നെഗേഷൻ പി ഇംപ്ലൈസ് ആൻഡ് ഇംപ്ലൈഡ് ബൈ നെഗേഷൻ ആർ എന്നുള്ള രീതിയിൽ കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻസിൽ ഒരുപാട് ടേംസുകൾ, ഒരുപാട് എൻട്രീസ് വരുന്നുണ്ട്. ഇതില് നമ്മളിവിടെ ബ്രാക്കറ്റ് തന്ന് നമുക്കിവിടെ ഓർഡർ നമ്മൾ ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഇവിടെ ബ്രാക്കറ്റ് തന്ന് നമ്മൾ ആദ്യം ഏതാണ് ചെയ്യേണ്ടത് എന്നുള്ള ഓർഡർ നമുക്ക് ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങനെ ഇല്ല എങ്കിൽ നമ്മൾ ഇപ്പൊ ഇങ്ങനെ ഈ ഒരു ബ്രാക്കറ്റ് ഒന്നും തന്നിട്ടില്ല എങ്കിൽ, ഇപ്പൊ ഇവിടെ തന്നത് നമ്മൾ പി ഇംപ്ലൈസ് ആൻഡ് ഇംപ്ലൈഡ് ബൈ ക്യൂ ഓർ നെഗേഷൻ പി ഇംപ്ലൈസ് ആൻഡ് ഇംപ്ലൈഡ് ബൈ നെഗേഷൻ ആർ എന്നുള്ള ഫോമിലാണ് തന്നത്. എവിടെയും ബ്രാക്കറ്റുകളൊന്നും തന്നിട്ടില്ല. അങ്ങനെയാണ് എങ്കിൽ നമ്മൾ ആദ്യം ഏത് ഓപ്പറേഷനാണ് ചെയ്യേണ്ടത്, ഏതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രൂത്ത് വാല്യൂസ് ആണ് നമ്മൾ എടുക്കേണ്ടത് എന്നുള്ള ഒരു കൺഫ്യൂഷൻ നമുക്കുണ്ടാവും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഓർഡർ പ്രിസീഡിയൻസ്, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സിന് ഒരു ഓർഡർ പ്രിസീഡിയൻസ് ഉണ്ട്. ഓർഡർ പ്രിസീഡിയൻസ് എന്ന് പറയുന്നത് ഏത് ഓപ്പറേഷനാണ് ആദ്യം എടുക്കേണ്ടത് എന്നുള്ളത്. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു
ടേബിൾ ഇവിടെ എടുത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ വന്നു കഴിയുമ്പോൾ നെഗേഷൻ എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഈ ഒരു കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻസിൽ ഒരുപാട് ടേമുകൾ വരുമ്പോൾ ആദ്യം നമ്മൾ ഏതിനൊക്കെയാണ് നെഗേഷൻ പി ഇംപ്ലൈസ് നെഗേഷൻ ക്യൂ എന്നൊക്കെ ഫോമിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ നെഗേഷൻ ആണ് ചെയ്യേണ്ടത്. നെഗേഷൻ എന്നുള്ള ഓപ്പറേഷൻ ആണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. നെഗേഷൻ പി ഇംപ്ലൈസ് നെഗേഷൻ ക്യൂ എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ ആദ്യം നെഗേഷൻ ചെയ്യാം, പിന്നെ ആൻഡ് ചെയ്യാം, പിന്നെ ഓർ ചെയ്യാം, പിന്നെ ഈഫ് എന്നുള്ള കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ് ചെയ്യാം, പിന്നെ ബൈ കണ്ടീഷണൽ. അപ്പം പി ഇംപ്ലൈസ് ക്യൂ ഇഫ് ആൻഡ് ഓൺലി ഇഫ് നെഗേഷൻ പി ഇംപ്ലൈസ് നെഗേഷൻ ക്യൂ എന്നുള്ള ഈ ഒരു ഇത് തന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ നെഗേഷൻ പിയും നെഗേഷൻ ക്യൂവും കാണാം. എന്നിട്ട് നെഗേഷൻ പി ഇംപ്ലൈസ് നെഗേഷൻ ക്യൂ എന്നുള്ളത് കാണാം, അതേപോലെ പി ഇംപ്ലൈസ് ക്യൂ എന്നുള്ളത് കാണാം. അപ്പോൾ ഇത് രണ്ടും ഒരു ബ്രാക്കറ്റിൽ ചെയ്യും. നെഗേഷൻ ക്യൂ നെഗേഷൻ പി എന്നുള്ളത് നമ്മൾ ബ്രാക്കറ്റ് ചെയ്യാം, ആദ്യം ചെയ്യാം, പിന്നെ ഇവയുടെ ഈ കണ്ടീഷൻ നമ്മൾക്ക് ബ്രാക്കറ്റ് ചെയ്യാം, എന്നിട്ടാണ് ബൈ കണ്ടീഷൻ. ഏറ്റവും അവസാനമാണ് നമ്മൾ ബൈ കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ് ചെയ്യേണ്ടത്. ഇതിന്റെ ഓർഡർ എന്ന് പറയുന്നത് ആദ്യം നമ്മൾ ഈ നെഗേഷൻസ് ചെയ്യാം, നെഗേഷൻ പി നെഗേഷൻ ക്യൂ എന്നുള്ളത് ചെയ്യാം, എന്നിട്ട് നമ്മൾ കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ് രണ്ട് സൈഡിൽ നിന്നും വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരേ പ്രിസിഡൻസ് വരുന്ന കണ്ടീഷൻസ് ഒന്നിൽ കൂടുതൽ പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. പി ഇംപ്ലൈസ് ക്യൂ എന്നുള്ളത് ചെയ്യാം, പി ഇംപ്ലൈസ് ആൻഡ് ഇംപ്ലൈഡ് ബൈ എന്നുള്ളത് ചെയ്യുന്നതിന്റെ മുമ്പ് ഇവിടെ ഈ ഒരു ഇംപ്ലൈസ് എന്നുള്ള റിലേഷൻ തന്നെ വീണ്ടും ചെയ്യാം. എന്നിട്ട് ഏറ്റവും അവസാനമാണ് ഈ ബൈ കണ്ടീഷണലായിട്ട് വരുന്ന ഈഫ് ആൻഡ് ഓൺലി ഈഫ് എന്നുള്ളത് ചെയ്യേണ്ടത്. അപ്പോൾ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സിന്റെ പ്രിസിഡൻസ് ഏത് ഓപ്പറേഷൻ ആണ് ആദ്യം ചെയ്യേണ്ടത് എന്നുള്ള ഓർഡറിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. നെക്സ്റ്റ് ഇവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ടോട്ടോളജീസ് ആൻഡ് കോൺട്രഡിക്ഷൻസ്. നെക്സ്റ്റ് കൺസെപ്റ്റ് ടോട്ടോളജീസ് ആൻഡ് കോൺട്രഡിക്ഷൻസ് എന്നുള്ള ടേം. ടോട്ടോളജി എന്താണ്, കോൺട്രഡിക്ഷൻ എന്താണ്? അപ്പോൾ ഇവിടെ ഡെഫിനിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതൊരാൾ വായിക്കും. ടോട്ടോളജി എന്താണ്, കോൺട്രഡിക്ഷൻ എന്താണ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഒരാൾ വായിക്കും. സർ വായിച്ചോട്ടെ? ഓക്കെ, അഖില. A compound proposition that is always true no matter what the truth values of the propositions that occur in it is called tautology. A compound proposition that is always false no matter what the truth values of the propositions that occur in it is called a contradiction. ഓക്കെ, താങ്ക് യു അഖില. അപ്പോൾ ടോട്ടോളജി എന്ന് പറയുന്നത് ഒരു കോമ്പൗണ്ട് പ്രൊപ്പോസിഷന്റെ ട്രൂത്ത് വാല്യൂ എപ്പോഴും ട്രൂ ആണ് എങ്കിൽ അങ്ങനെയുള്ള കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻസിനെ നമ്മൾ ടോട്ടോളജി എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഒരു കോമ്പൗണ്ട് പ്രൊപ്പോസിഷന്റെ ട്രൂത്ത് വാല്യൂ എപ്പോഴും ഫോൾസ് എന്നുള്ളതാണ് വരുന്നത് എങ്കിൽ ആ കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻസിനെ വി ക്യാൻ കോൾ ഇറ്റ് ആസ് കോൺട്രഡിക്ഷൻ. ടോട്ടോളജിയും കോൺട്രഡിക്ഷൻ. ഇപ്പൊ നമ്മൾ തൊട്ട് മുമ്പ് ഒരു എക്സാമ്പിൾ ചെയ്തു, ആ എക്സാമ്പിളിൽ എല്ലാ ട്രൂത്ത് വാല്യൂസും ട്രൂ ആയിരുന്നു. ഇപ്പൊ ഇവിടെ ഈ ഒരു എക്സാമ്പിൾ നമ്മൾ ട്രൂത്ത് വാല്യൂ കൺസ്ട്രക്ട് ചെയ്യാനുള്ള എക്സാമ്പിൾ ചെയ്തതിൽ നോക്കൂ, എല്ലാ എൻട്രീസിന്റെയും ട്രൂത്ത് വാല്യൂസ് കോമ്പൗണ്ട് പ്രൊപ്പോസിഷന്റെ ട്രൂത്ത് വാല്യൂസ് ട്രൂ ആണ്. ഇവിടെ പിന്റെയും ക്യൂന്റെയും ട്രൂത്ത് വാല്യൂ ട്രൂ ആയാലും ഫാൾസ് ആണെങ്കിലും, ഏത് ട്രൂ ആണെങ്കിലും ട്രൂത്ത് ഫാൾസ് ആണെങ്കിലും ലാസ്റ്റ് ഈ കോമ്പൗണ്ട് പ്രൊപ്പോസിഷന്റെ ട്രൂത്ത് വാല്യൂസ് എല്ലാം ട്രൂ ആണ്. ഇങ്ങനെ വരുന്ന ട്രൂത്ത് ടേബിൾ അല്ലെങ്കിൽ കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻസിനെയാണ് നമ്മൾ ടോട്ടോളജീസ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ ട്രൂവിന് പകരം എല്ലാ എൻട്രീസും ഫാൾസ് ആണ് വന്നിരുന്നത് എങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രൂ കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻസിനെ നമ്മൾ പറയുന്നത് കോൺട്രഡിക്ഷൻ എന്നാണ് പറയുന്നത്. ടോട്ടോളജീസ് ആൻഡ് കോൺട്രഡിക്ഷൻ. A compound proposition that is neither a tautology nor a contradiction is usually called a contingency. Tautology, contradiction and contingency. A contingency is a statement which is neither a tautology nor a contradiction. Now examples. P and negation P എന്നുള്ളത്, P and negation P എന്നുള്ളത് എപ്പോഴും എന്തായിരിക്കും? ഫാൾസ് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും, അതൊരു കോൺട്രഡിക്ഷൻ ആയിരിക്കും. അതേപോലെ പി ഓർ നെഗേഷൻ പി എന്നുള്ളത് എപ്പോഴും ട്രൂ ആയിരിക്കും. സോ ഇറ്റ്സ് എ പി ഓർ നെഗേഷൻ പി ഈസ് എ ടോട്ടോളജി ആൻഡ് പി ആൻഡ് നെഗേഷൻ പി ഈസ് എ കോൺട്രഡിക്ഷൻ. അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യൻ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്.
ഓർ ക്യൂ നെഗേഷൻ പി എന്നുള്ളതിൻ്റെയും പി ആൻഡ് നെഗേഷൻ പി എന്നുള്ളതിൻ്റെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രൂത്ത് വാല്യൂസ് കൺസ്ട്രക്ട് ചെയ്യുക. കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടോളജി ആണ് അല്ലെങ്കിൽ കോൺട്രഡിക്ഷൻ ആണ് എന്നുള്ളത് നമുക്ക് റിസൾട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും. നൗ നെക്സ്റ്റ് പ്രോബ്ലം, 10th പ്രോബ്ലം, ട്രൂത്ത് ടേബിൾ കൺസ്ട്രക്ട് ചെയ്തിട്ട് ടോട്ടോളജി ആണോ കോൺട്രഡിക്ഷൻ ആണോ കണ്ടിൻജൻസി ആണോ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഒരു കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ തന്നു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രൂത്ത് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുക. എന്നിട്ട് കറസ്പോണ്ടിങ് എൻട്രീസ് എല്ലാം ട്രൂ ആണ് എങ്കിൽ ടോട്ടോളജി ആയിരിക്കും, എല്ലാം ഫാൾസ് ആണ് എങ്കിൽ കോൺട്രഡിക്ഷൻ ആയിരിക്കും. അല്ല ട്രൂവും ഫാൾസും കമ്പൈൻഡ് ആയിട്ട് വരുന്നുണ്ട് എങ്കിൽ ആ ഒരു കേസിൽ കണ്ടിൻജൻസീസ് ആയിരിക്കും. അപ്പോൾ ഏതാണ് വരുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കാനാണ് പ്രോബ്ലം. യൂസ് ട്രൂത്ത് ടേബിൾ ടു എസ്റ്റാബ്ലിഷ് which of the following statements are tautologies, which are contradictions, and which are contingencies. P and negation Q and negation P or Q. P implies Q and negation P, which all implies negation Q. അപ്പോൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രൂത്ത് ടേബിൾസ് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. ടെക്സ്റ്റിൽ വർക്ക്ഡ് ഔട്ട് ആണ്. അപ്പോൾ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടുന്ന് ട്രൂത്ത് ടേബിൾ കൺസ്ട്രക്ട് ചെയ്തുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും P and negation Q and negation P or Q. ഇപ്പം എല്ലാ എൻട്രീസും ഇവിടെ ഫോൾസ് ആണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇതെന്തായിരിക്കും? കോൺട്രഡിക്ഷൻ ആയിരിക്കും. ഇത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് നോട്ടിൽ ഇത് ചെയ്യണം. അപ്പോൾ ഈ ഒരു പ്രോബ്ലംസ് നിങ്ങൾ സ്വന്തമായിട്ട് വർക്ക്ഔട്ട് ചെയ്യണം. എന്നിട്ട് ഇത് കോൺട്രഡിക്ഷൻ ആണ് എന്നുള്ളത് പ്രൂവ് ചെയ്യണം. ഇതേപോലെ തന്നെ സെക്കൻഡ് പ്രോബ്ലം ഇവിടെ ട്രൂത്ത് ടേബിൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ട്രൂത്ത് ടേബിൾ കൺസ്ട്രക്ട് ചെയ്തപ്പോൾ ചില എൻട്രീസ് ട്രൂവും ചില എൻട്രീസ് ഫാൾസും ആയിട്ട് വന്നിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് എ കണ്ടിൻജൻസി എന്നുള്ളത്. അടുത്ത പ്രോബ്ലം, ഇത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. അത് നിർബന്ധമായിട്ടും നിങ്ങൾ വർക്കൗട്ട് ചെയ്യാം. നെക്സ്റ്റ്, ലെറ്റ് T be a tautology and P an arbitrary proposition. Find the truth value for P or T implies negation T. T എന്നുള്ളത് ഒരു ടോട്ടോളജിയാണ്. P is an arbitrary proposition. അങ്ങനെയാണെങ്കിൽ P or T implies negation T എന്നുള്ളതിൻ്റെ ട്രൂത്ത് വാല്യൂ കൺസ്ട്രക്ട് ചെയ്യാം. അപ്പോൾ പിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എൻട്രീസ്, പിക്ക് ഉള്ള എൻട്രീസ് ട്രൂ വരാം, ഫാൾസ് വരാം. ടി എന്നുള്ളത് എപ്പോഴും ട്രൂ മാത്രമേ വരുള്ളൂ. അപ്പോൾ ഇതിൽ കറസ്പോണ്ടിങ് ആയിട്ട് രണ്ട് റോസ് മാത്രമാണ് ഈ ട്രൂത്ത് ടേബിൾ ഉണ്ടാവുക. രണ്ട് റോസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ട്രൂവും ടി ട്രൂ ആവുന്നത്, പി ഫോൾസും ടി ട്രൂ ആവുന്നത്, ഇത്രയും രണ്ട് എൻട്രീസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പി ഓർ ടി എന്നുള്ളത് നെഗേഷൻ ടി എന്നുള്ളത് പി ഓർ ടി ഇംപ്ലൈസ് നെഗേഷൻ ടി എന്നുള്ളതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രൂത്ത് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യാം. അപ്പോൾ നമുക്കിത് പറയാൻ പറ്റും, ഇത് ഈ ഒരു തന്നിട്ടുള്ള കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ്, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്നുള്ളത് ഒരു കോൺട്രഡിക്ഷൻ ആണ് എന്നുള്ളത് നമുക്ക് കോൺട്രഡിക്ഷൻ ആണ് എന്നുള്ളത് നമുക്ക് ഷോ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്രയാണ് ഈ ഒരു പാർട്ടിലുള്ളത്. ഇനി ഇതിൽ വരുന്ന സപ്ലിമെന്ററി പ്രോബ്ലംസിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ടും പ്രോബ്ലംസ് ചെയ്യണം. ഞാനത് ഇതിൽ ഇപ്പം നിങ്ങളോട് ഞാൻ 8 ഈ ഒരു ട്രൂത്ത് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യാനുള്ള ഈ 8ാമത്തെ പ്രോബ്ലം നിങ്ങളോട് നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ ഞാൻ നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഇതേപോലെ 9ാമത്തെ ക്വസ്റ്റ്യൻ, ട്രൂത്ത് വാല്യൂ ഓഫ് ഈച്ച് പ്രൊപ്പോസിഷൻ യൂസിങ് ഗിവൺ ഇൻഫർമേഷൻ. തന്നിട്ടുള്ള ഇൻഫർമേഷൻസ് ഉപയോഗിച്ച് ട്രൂത്ത് വാല്യൂസ് ചെയ്യാനുള്ളതാണ്. 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ, കോൺവേഴ്സ്, കോൺട്രാപോസിറ്റീവ്, ഇൻവേഴ്സ്, ഇവ കാണാനുള്ള പ്രോബ്ലം ആണ് 11ാമത്തേത്. 12ാമത്തെ നമ്മൾ പിയും ക്യൂവും വെച്ചിട്ടുള്ള എക്സ് ലെസ് ദാൻ വൈ, വൈ ലെസ് ദാൻ സെഡ്, ആർ എക്സ് ലെസ് ദാൻ സെഡ് എന്നുള്ളത് ഉപയോഗിച്ചിട്ടുള്ള കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻസ് ആണ് 12ാമത്തേത് വരുന്നത്. ഇനി ഇവിടെ പാരന്തസിസ് വെച്ചിട്ട് ഈ 15ാമത്തെ ക്വസ്റ്റ്യൻസിൽ പാരന്തസിസ് വെച്ചിട്ട് ബ്രാക്കറ്റ് വെച്ചിട്ട് പ്രീസിഡൻസ് ഡിറ്റർമൈൻ ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ പി ഓർ ക്യൂ ഇന്റർസെക്ഷൻ ആർ എന്നുള്ള, ആദ്യം ക്യൂ ഇന്റർസെക്ഷൻ ആർ ചെയ്യാം, പിന്നെയാണ് പി ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇത് ചെയ്യേണ്ടി വരിക. അപ്പോൾ അതിന് പാരന്തസിസ് വെച്ച്
റെപ്രസെന്റ് ചെയ്യാനാണ് വരുന്നത്. പിന്നെ ടോട്ടോളജി ആണോ, പിന്നെ 16ാമത്തെ ക്വസ്റ്റ്യൻ ട്രൂത്ത് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യാനുള്ളതാണ്. ട്രൂത്ത് ടേബിൾ കൺസ്ട്രക്ട് ചെയ്തതിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. വീണ്ടും കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻസ് എല്ലാം വരുന്നതിൻ്റെ ഈ ബൈ കണ്ടീഷനും ഒക്കെ വരുന്ന ടേമുകളുടെ ട്രൂത്ത് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യാനുള്ളതാണ്. ഇനി 17ാമത്തെയും 18ാമത്തെ ക്വസ്റ്റ്യൻസ് ടോട്ടോളജി ആണോ, കോൺട്രഡിക്ഷൻ ആണോ, അതേപോലെ കണ്ടിൻജൻസി ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാനുള്ള പ്രോബ്ലംസ് ആണ്. അപ്പോൾ ഈ പ്രോബ്ലംസ് നിങ്ങൾ മസ്റ്റായിട്ടും ചെയ്യണം. ഞാൻ നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ ചില ആളുകൾ എങ്കിലും ജോയിൻ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇതിൻ്റെ ഇത്രയും പാർട്ടിലുള്ള നോട്ട്സും നിങ്ങളുടെ ഈ ഒരു ഞാൻ കുറച്ച് അസൈൻമെന്റ് ക്രിയേറ്റ് ചെയ്യും. ആ അസൈൻമെന്റിൽ നിങ്ങൾക്ക് തരുന്ന ഹോംവർക്കുകളും കൂടെ കംപ്ലീറ്റ് ചെയ്ത് നെക്സ്റ്റ് ക്ലാസ്സിന്റെ മുമ്പായിട്ട് നിങ്ങൾ ഗൂഗിൾ ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്യണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്.